നമസ്കാരം. ആസ്ട്രോമീഡിയയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട. ഇന്നത്തെ അധ്യായത്തിൽ വളരെ വിശിഷ്ടമായ ഒരു രാജയോഗത്തെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ചൊവ്വ എന്ന ഗ്രഹത്തിന് വരുന്ന അതിവിശിഷ്ടമായ ഒരു രാജയോഗം. അതിവിശിഷ്ടം എന്ന് പറയാൻ അതിന് പ്രത്യേകതകൾ ഏറെ ഉള്ളതുകൊണ്ടാണ്. ഈ ചൊവ്വ പാപഗ്രഹമാണെന്ന് എല്ലാവർക്കും അറിയാം. ശനി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പാപിത്വം കൂടുതൽ ചൊവ്വയ്ക്കാണ്. പക്ഷേ ചൊവ്വ ഉച്ചസ്ഥനോ സ്വക്ഷേത്ര ബലവാനോ ബന്ധുക്ഷേത്രത്തിലൊക്കെ നിൽക്കുമ്പോൾ ചൊവ്വയുടെ ദോഷം കുറയും. ഉച്ചത്തിൽ നിൽക്കുമ്പോൾ ഒട്ടും ദോഷമില്ല, ശുഭത്വമായിട്ട് ഭവിക്കും. ഈ ചൊവ്വ മകരം രാശിയിൽ നിന്നാൽ അത് കേന്ദ്രഭാവങ്ങളായിട്ട് വരികയാണെങ്കിൽ രാജയോഗമുണ്ട്. രുചകയോഗം എന്നൊരു രാജയോഗം ഭവിക്കും. പക്ഷേ അതല്ല, അതിവിശിഷ്ടമായിരിക്കുന്ന രാജയോഗം എന്ന് പറയാനുള്ള കാരണം ഈ ചൊവ്വ വ്യാഴത്തിനാൽ ദൃഷ്ടി ചെയ്യപ്പെടണം. വ്യാഴത്തിനാൽ ദൃഷ്ടി ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴാണെങ്കിൽ അതിവിശേഷം. ഇവിടെ പൂർണ്ണദൃഷ്ടിക്കാണ് പ്രാധാന്യം കൂടുതൽ. വിശേഷ ദൃഷ്ടിയെ സംബന്ധിച്ചിട്ട് ഇവിടെ പറഞ്ഞ് കാണാനില്ല. അപ്പോൾ അതുകൊണ്ട് അല്ലാച്ചാൽ ഇടവൻ രാശിയിൽ നിന്നാലും കന്നിരാശിയിൽ നിന്നാലും മകരം രാശിയിലേക്ക് വ്യാഴത്തിന് ദൃഷ്ടി ഉണ്ടാവും, വിശേഷ ദൃഷ്ടി ഉണ്ടാവും. പൂർണ്ണ ദൃഷ്ടിയാണെങ്കിൽ ഈ യോഗം അതികേമമായിട്ട് അനുഭവിക്കാനും തരണ്ട. മാത്രമല്ല, പുണർദം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴികയിൽ ജനിക്കണം. പൂയം നക്ഷത്രത്തിലോ ആയില്യ നക്ഷത്രത്തിലോ ആയിരിക്കുകയും വേണം. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് ചന്ദ്രൻ എവിടെ വരിക? കർക്കിടകത്തിലുണ്ടാവുക. അപ്പോൾ സൂര്യചന്ദ്രന്മാരും വ്യാഴവും കർക്കിടകത്തിൽ നിൽക്കുകയും ഈ ഗ്രഹങ്ങളെല്ലാം ഈ ചൊവ്വേനെ, മകരത്തിൽ നിൽക്കുന്ന ചൊവ്വേനെ പൂർണ്ണമായിട്ട് ദൃഷ്ടി ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ജനിച്ച ആളുകൾക്കാണ് ഈ യോഗം ഉണ്ടാവുക. അപ്പോൾ കർക്കിടക മാസത്തിലായിരിക്കണം ജനനം. പുണർദം നക്ഷത്രത്തിൻ്റെ അവസാന പാദത്തിലോ പൂയം നക്ഷത്രത്തിലോ ആയില്യം നക്ഷത്രത്തിലോ ആയിരിക്കണം ജനനം. വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉണ്ടാവണം. അപ്പോൾ ഇതെല്ലാം കണക്കെടുക്കുമ്പോൾ നമുക്ക് തോന്നാം, അപ്പോൾ സൂര്യേന്ദ്രന്മാർ ഒരേ രാശിയിൽ വന്നാൽ അമാവാസി ഉണ്ടാവില്ലേ, ചന്ദ്രന് ബലം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ യോഗം ഞാനിതിന് മുൻപ് പറഞ്ഞിട്ടുമുണ്ട്. ചന്ദ്രന് ബലം ഉണ്ട് വെച്ചാൽ മാത്രമാണ് ഈ യോഗങ്ങളൊക്കെ പ്രവർത്തിക്കുക. പക്ഷെ അമാവാസിയിലായിരിക്കരുത് എന്നുള്ള നിബന്ധന മാത്രമാണ് ഇവിടെ ആചാര്യൻ നിഷ്കർഷിച്ചിട്ടുള്ളൂ. അമാവാസിയിലായിരിക്കരുത്, അത് നമ്മൾ ശാസ്ത്രം പഠിക്കുന്ന ആൾക്കാരുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കേണ്ട വിഷയമാണ്. അത് അമാവാസിയിൽ ജനിക്കുമ്പോൾ സൂര്യൻ ചന്ദ്രനെ പൂർണ്ണമായും മറച്ചിരിക്കുന്ന സമയമാണ്. എന്ന കിരണത്തിൽ ചന്ദ്രൻ വസിക്കുന്ന സമയമാണ്. അങ്ങനെ ആകുമ്പോൾ ഒരു തരത്തിലുള്ളതായ യോഗങ്ങളുടെയും അനുഭവ പൂർത്തീകരണം ഉണ്ടാവില്ല. ചാന്ദ്രം വീര്യം വീര്യബീജം ഗ്രഹാണാം എന്ന് മുൻപ് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്യുമ്പോൾ അത് മുൻപ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ചന്ദ്രന് ബലം ഉണ്ടാവണം. അപ്പോൾ ഇവിടെ ചൊവ്വ ഉച്ചസ്ഥനായിട്ട് നിൽക്കുക, കർക്കിടകത്തിൽ വ്യാഴം ഉച്ചസ്ഥനായിട്ട് നിൽക്കുക. അപ്പോൾ ഇത് രണ്ടും ഉച്ചസ്ഥിതിയുള്ള ഗ്രഹങ്ങളുടെ പരസ്പര ദൃഷ്ടി. പിന്നെ കർക്കിടകത്തിൽ നിൽക്കുന്ന ചന്ദ്രനെ വ്യാഴത്തിൻ്റെ യോഗം, കേസരി യോഗം, അത് വളരെ വിശേഷമാണ്. അപ്പോൾ കർത്തവാവ് കഴിഞ്ഞാൽ വെളുത്ത പക്ഷത്തിലേക്ക് പ്രവേശിച്ചു. കേസരി യോഗം എന്നുള്ളൊരു സംഗതി ഉണ്ടായി. സൂര്യൻ രാജഗ്രഹമാണ്. സൂര്യനും ചന്ദ്രനും രാജഗ്രഹമാണ്. സൂര്യൻ രാജാവും ചന്ദ്രൻ രാജ്ഞിയാണെന്നാണ് പറയുക. അപ്പോൾ ഈ ഗ്രഹങ്ങളൊക്കെ ദൃഷ്ടി എവിടേക്ക് വന്നു? ചൊവ്വയ്ക്ക് വന്നു. അപ്പോൾ അത് അതികേമാവും. മാത്രമല്ല, ഈ ചൊവ്വ ദുസ്തനല്ലെങ്കിൽ ഏറ്റവും കേമാണെന്നാണ് പറയുക. ചൊവ്വ 6, 8, 12 ഭാവങ്ങളിലാവാതിരിക്കും വേണം. ലഗ്നത്തിൽ നിന്ന് 6, 8, 12 ആവാതിരുന്നാൽ ഈ യോഗത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഗ്രഹങ്ങളെ അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആ ഗ്രഹം ദുസ്തനല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ളതായ രാജയോഗം വളരെ കേമായിട്ട് കിട്ടും. അപ്പോൾ അതിന് പ്രമാണമുണ്ട്. ധരാസുത സ്വച്ഛമുപാശ്രിതോ ബലി രവീന്ദുവാചസ്പതിഭിർനിരീക്ഷിത ഭവേ നരേന്ദ്രോ യതി കുൽസിതസ്തദാ സമസ്ത പൃഥ്വീതല രക്ഷണക്ഷമ. അപ്പോൾ ഇയാളത് വെറുതെ ഉണ്ടാക്കി പറയണതല്ല എന്നുള്ളത് മനസ്സിലാവണ്ടേ. അപ്പോൾ അതിനാണ് ഒരു ആധികാരികമായിട്ടുള്ള ആർഷത്വമുള്ള ഒരു പ്രമാണം ഉദ്ധരിക്കുന്നത്. അപ്പോൾ ധരാസുത സ്വച്ഛം ഉപാശ്രിതോബലി, ധരാസുതൻ ചൊവ്വ ഉച്ചസ്ഥിതനായിരിക്കുകയും രവീന്ദു വാചസ്പതി നിരീക്ഷിത, രവി സൂര്യൻ, ഇന്ദു ചന്ദ്രൻ, വാചസ്പതി വ്യാഴം ഇവരുടെ നിരീക്ഷണത്തിലിരിക്കുകയും ഭവേ നരേന്ദ്രോ ഇത് കുൽസിതസ്ഥത, അങ്ങനെയുള്ള വ്യക്തി സമസ്ത പൃഥ്വീതലങ്ങളെയും രക്ഷിക്കുന്നവനായിട്ട് ഭവിക്കും. ഇതിപ്പോൾ രാജ്യം ഭരിക്കണം എന്നില്ല, ശരിക്കും രാജ്യം ഭരിക്കണം. അതുതന്നെയാണ് യോഗം. വലിയൊരു സമൂഹത്തെ ഭരിച്ചാലും മതി, ഒരു ഉന്നത സ്ഥാനത്ത് ജോലി കിട്ടുക പോലെയുള്ള കാര്യങ്ങൾ. അങ്ങനെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ ജാതകം ഇന്ന് പരിശോധിക്കാനുള്ളതായ സംഗതി ഉണ്ടായി. അപ്പോൾ അതിൽ ഈ യോഗമുണ്ട്. അപ്പോൾ
അദ്ദേഹവുമായിട്ടുള്ള ആദ്യത്തെ മീറ്റിംഗാണ് എൻ്റെ. അപ്പോൾ ഈ യോഗം ശ്രദ്ധയിൽ പെട്ടു, അപൂർവങ്ങളിൽ അപൂർവമാണ്. അതാണ് അന്ന് വീഡിയോ ചെയ്യാനുള്ളതായൊരു കാരണവും. മനസ്സിലായിണ്ടോ? അപ്പോൾ ഇത് അനുഭവത്തിൽ വരുന്ന യോഗമാണെന്ന് അതിൽ നിന്ന് ഉറപ്പിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കാം. ഇനി അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടാം, കേട്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ശുഭദിനം.